ഒക്ടോബർ 23 എന്തുവാണ് വണ്ടി ബുക്ക് ചെയ്തത്. നവംബർ 23 വണ്ടി ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് ജാനുവരി 21 ആയി വണ്ടി. കാരണം ടോപ്പ് എൻഡ് മോഡൽ കിട്ടാനാണ് പ്രയാസം. ഇത് ടോപ്പ് എൻഡ് മോഡൽ എസെൻസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് മോഡലാണ്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈസ് ഹൈക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം 31 ഡിസംബറിന് ശേഷം 50,000 റുപ്പീസ് പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ഹൈക്ക് ഉണ്ട്. പിന്നെ ഇവർ ഫ്രീ ചാർജിങ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഇവർ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ഫ്രീ ചാർജിങ് ബാസ്, അതെ, 31 ഡിസംബറിന് ശേഷം എടുത്തവർക്ക് ആർക്കും ആ ഫ്രീ ചാർജിങ് അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ മെയിൻലി ഫസ്റ്റ് 10,000 കസ്റ്റമേഴ്സിന് മാത്രമാണ് ആ ഫ്രീ ചാർജിങ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഫ്രീ ചാർജിങ് പോലും ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 kW യൂണിറ്റ്സ് ആയിട്ട് അവർ കട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ ലിമിറ്റ് ചെയ്ത്, നേരത്തെ അൺലിമിറ്റഡാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ 1000 യൂണിറ്റ്സ് ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണത്. ഇല്ല, ഒരിക്കലും ഞാൻ ഫ്രീ ചാർജിങ് പ്രതീക്ഷിച്ചില്ല. ഞാൻ വീട്ടിൽ സോളാറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു വണ്ടിയെ സംബന്ധിച്ചോളം സ്ലോ ചാർജിങ് ആണ് ബാറ്ററിയുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത്. അതുകൊണ്ട് സ്ലോ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് വല്ലപ്പോഴും പുറത്ത് ലോങ് പോകുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതെ, ഉണ്ട്. അതിൽ നിന്ന് ഇത് ഓടിച്ചപ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഒരു പ്ലസ് തോന്നിയത്, എന്തൊക്കെയാണ് ഒരു മൈനസ് തോന്നിയത്? വിൻസറിനെ സംബന്ധിച്ചോളം ലുക്ക് വൈസ് അത് അവരവരുടെ പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമാണ്. കാരണം ലുക്ക് ആണ് പലർക്കും വിൻസറിന് അത്ര പോരാ എന്നൊക്കെ, അല്ലെങ്കിൽ വിൻസറിൻ്റെ ഒരു ഡിസൈൻ പലർക്കും താല്പര്യപ്പെട്ട് കാണത്തില്ല. പക്ഷേ സ്പേസ് ആണ് വണ്ടിയുടെ മെയിൻ. സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നോവയുടെ ഒരു മുക്കാൽ സ്പേസ് തന്നെ ഈ വണ്ടിക്ക്. 18 ലക്ഷം രൂപയാണ് ഓൺ റോഡ് ഈ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക്, ഇൻക്ലൂഡിങ് ആവശ്യം പോലെ ഉണ്ട്. 18 ലക്ഷം രൂപയ്ക്ക് ഇതിൽ കൂടുതൽ നമുക്കൊരു വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം